കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു സംശയത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. ഇവന് ഷജറയാണോ ഇവന് സുഹാബിയാണോ എന്നുള്ള ചിന്തയാണ്. ആ തരത്തിൽ വരെ നമ്മുടെ നാട്ടുകാരെത്തിയെന്നൊരു അത്ഭുതമാണ്. അപ്പം ഇങ്ങനെ പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് സുഹാബി എന്താണ് ഷജറ എന്താണെന്ന് അറിയില്ല. അപ്പം ഇതൊരു പുതിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സുഹാബി ആയാലും കുഴപ്പമില്ല, ഷജറ ആയാലും കുഴപ്പമില്ല. സമസ്തൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ സമസ്തയായിട്ട് അടിയുറച്ച് ആശയാദർശത്തിൽ നിലനിൽക്കാൻ സാധിക്കണം. അതിൽ നിന്ന് മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വ്യതിരിച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പരാജയത്തിലേക്ക് പോവും. അതുകൊണ്ട് സമസ്തയുടെ ലക്ഷ്യവും അതുപോലെ തന്നെ സമസ്ത നമുക്ക് മുന്നിൽ വെക്കുന്നത് ആത്മീയമായിട്ടും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള വിധേയ പ്രസ്ഥാനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോടുള്ള ഒരു ഫൈറ്റാണ്. അപ്പം അങ്ങനെയുള്ളതിനൊക്കെ എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ അവരൊക്കെ മുന്നേറിക്കൊണ്ടുമാണ് നമ്മൾ പോവേണ്ടത്. അപ്പം നമ്മൾ ഷജറ എന്നുമില്ല, അതുപോലെ തന്നെ സ്വഹാബി എന്നുള്ള സംഭവമൊന്നുമില്ല. നമ്മൾ 100% എല്ലാവരും സമസ്തയാവാൻ ശ്രമിക്കുക. ആത്മീയമായിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മുടെ വിജയിക്കാനുള്ള വിജയപാത അത് സമസ്ത മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. അതിൽ അടിയുറച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മുഷാവറൻ്റെ ഉസ്താദുമാരെ സംശയിക്കുക, അവർക്കെതിരെ മോശമായിട്ട് പറയുക, അവർ നിൽക്കുന്നതിന് മുമ്പിൽ നമ്മൾ പോയി നിൽക്കുക. ഇപ്പോൾ ഒരു ഇമാമത്ത് നിൽക്കുമ്പോൾ ഇമാമിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ വലിയ പണ്ഡിതനെന്ന് പറഞ്ഞ് ഇമാമിൻ്റെ മുമ്പ് പോയിട്ട് ഞാൻ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ മുഷാവറയിലുള്ള 40 ഉസ്താദുമാരെയും അവരെക്കാളും വലിയ ഉസ്താദാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുടെ സ്ഥാനം തീർച്ചയായിട്ടും പരാജയമായിരിക്കും. അപ്പോൾ അവരുടെ ബാക്കിൽ നിൽക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് സമസ്തയുടെ ഏത് ഘടകത്തിലുള്ള നേതാവാണെങ്കിലും നിലനിൽപ്പുണ്ടാവുള്ളൂ. അത് യൂണിറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ നമ്മൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവരുടെ ആശയാദർശങ്ങളും അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് നിന്ന് ആ ഒരു ഡിസിപ്ലിനോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ.